ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് അറിയുമോ? അറിയോ? ഇല്ലല്ലോ. പക്ഷേ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലും ഇനി തിരികെ കിട്ടില്ല. അതും നമുക്കറിയാലേ. എന്നിട്ടും നമ്മൾ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. എന്താണെന്നല്ലേ? നാളെ ചെയ്യാം, നാളെ ചെയ്യാം. പക്ഷേ ആ നാളെ എത്ര കാലം ഉണ്ടാവും എന്ന് വല്ലതും അറിയോ? ഇല്ലല്ലോ. എനിക്ക് ഇത്രയും സമയമുണ്ടല്ലോ, നാളെ ചെയ്യാം എന്ന് കരുതുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന്. സമയം നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ അറിയുന്നതേ ഇല്ല. അങ്ങനെയല്ലേ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്നത് അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, ഫോൺ നോക്കുന്നു, സോഷ്യൽ മീഡിയ നോക്കുന്നു, സമയം അങ്ങനെ അങ്ങനെ പോകുന്നു, പിന്നെ രാത്രിയാകുന്നു, പിന്നെ വീണ്ടും അതേ ദിവസം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളാവുന്നു, ആഴ്ചകൾ മാസങ്ങളാവുന്നു, മാസങ്ങൾ വർഷങ്ങളാവുന്നു. ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത്രയും സമയം എവിടെ പോയി? അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടോ ഞാൻ എന്താ ചെയ്ത്? അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും അല്ലേ? ഈ വീഡിയോയിൽ നമ്മുടെ സമയം അറിയാതെ ചോർന്നു പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നും ഇന്ന് മുതൽ സമയം കൂടുതൽ എങ്ങനെ അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന 3 ലളിതമായ രീതികൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ നമ്മുടെ സമയം അറിയാതെ ചോർന്നു പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നും ഇന്ന് മുതൽ സമയം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന 3 ലളിതമായ രീതികൾ എന്താണെന്നും നമുക്ക് നോക്കാം. നമ്മൾ സമയം കളയുന്നത് മനഃപൂർവ്വമല്ല അല്ലേ? ഒരിക്കലും നമ്മൾ ആരും മനഃപൂർവ്വം സമയം കളയില്ല. നമ്മുടെ ചിന്താഗതിയിലെ ഒരു ചെറിയ പ്രശ്നമാണ് അതിന് പിന്നിൽ. ഇതിനെയാണ് പാർക്കിൻസൺസ് ലോ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ജോലി ചെയ്യാൻ നമ്മൾ എത്ര സമയം അനുവദിക്കുന്നുവോ ആ ജോലി അത്രയും സമയമെടുത്ത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു ചെറിയ ജോലി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് ആ 1 മണിക്കൂർ മുഴുവൻ അതിനാവശ്യമായി വരും, അതും നമുക്കറിയാം. പക്ഷെ അതേ ജോലി 20 മിനിറ്റിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ പലപ്പോഴും കൂടുതൽ ശ്രദ്ധയോടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്നൊരു സമയപരിധി ഇല്ലാത്ത ചിന്ത വന്നാൽ തലച്ചോറ് ആ ജോലിയെ അടിയന്തരമായി കണക്കാക്കില്ല. അതുകൊണ്ടാണ് നാളെ ചെയ്യാം എന്നൊരു വാക്ക് പലപ്പോഴും അടുത്ത ആഴ്ച ചെയ്യാം എന്നതിലേക്കും പിന്നെ പിന്നീട് ചെയ്യാം എന്നതിലേക്കും മാറിപ്പോകുന്നത്. പ്രശ്നം നമുക്ക് സമയമില്ലാത്തതല്ല, നമുക്ക് സമയത്തിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നതാണ്, അല്ലേ? നിങ്ങളുടെ സമയം കൂടുതൽ വിലപ്പെട്ടതാകാൻ ഇന്ന് മുതൽ പരീക്ഷിക്കാവുന്ന 3 രീതികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ രീതി എന്താണെന്നല്ലേ? സമയത്തിന് ഒരു പരിധി നിശ്ചയിക്കുക. ജോലി തുടങ്ങുമ്പോൾ ഇത് എപ്പോഴെങ്കിലും തീർക്കാമെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. പകരം അതിനൊരു കൃത്യമായ സമയപരിധി നൽകുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് എഴുതാനുണ്ടെന്ന് കരുതുക. ഇന്ന് സ്ക്രിപ്റ്റ് എഴുതണമെന്ന് മാത്രം തീരുമാനിക്കുന്നതിന് പകരം അടുത്ത 45 മിനിറ്റിനുള്ളിൽ സ്ക്രിപ്റ്റിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ടൈമർ വെക്കുക. ആ സമയത്ത് മറ്റൊന്നും ചെയ്യാതെ ആ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. സമയപരിമിതമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ സ്വാഭാവികമായും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നമുക്കൊരു കാര്യം ചെയ്യണമെന്ന്, ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റിങ്, അങ്ങനെ ചെയ്താലും നമുക്കത് എഡിറ്റ് ചെയ്യേണ്ട സമയം കഴിയാനായി എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയ എത്ര റിസ്ക് എടുത്തിട്ടായാലും ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യും, അല്ലേ? രണ്ടാമത്തെ രീതി, ഒരു ദിവസവും പൂർണ്ണമായും വെറുതെ ആക്കരുത്. എല്ലാ ദിവസവും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നില്ല. ചില ദിവസങ്ങളിൽ ക്ഷീണമുണ്ടാവും, ചില ദിവസങ്ങളിൽ സമയം കുറവായിരിക്കും, അല്ലേ? അത്തരം ദിവസങ്ങളിലും നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചുവടെങ്കിലും എടുത്തു വെക്കാൻ നമ്മൾ ശ്രമിക്കണം. പുസ്തകം മുഴുവൻ വായിക്കാൻ കഴിയില്ലെങ്കിലും ഒരു പേജ് വായിക്കാൻ നമ്മൾ ശ്രമിക്കണം. 1 മണിക്കൂർ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 10 മിനിറ്റ് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. വലിയൊരു ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ചെറിയൊരു ഭാഗം പൂർത്തിയാക്കാൻ നമ്മൾക്ക് കഴിയണം. കാരണം വിജയമുണ്ടാകുന്നത് ഒരൊറ്റ വലിയ ദിവസത്തിലല്ല, ദിവസം തോറുമുള്ള ചെറിയ ചെറിയ ശ്രമത്തിലൂടെയാണ്. മൂന്നാമത്തെ രീതി, നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അടുത്ത ദിവസം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതി വെക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ,
6 കാര്യങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടയാവരുത്. 6 കാര്യങ്ങളും ഒരുപോലെ പ്രധാനമുള്ളത് ആകരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമതായി എഴുതുക. രാവിലെ എഴുന്നേറ്റ ഉടൻ ഇന്ന് ആദ്യം എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് സമയം കളയേണ്ടി വരില്ല. നിങ്ങളുടെ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കിയിരിക്കും. ആദ്യ ജോലി പൂർത്തിയാക്കുക, ശേഷം രണ്ടാമത്തേതിലേക്ക് പോകുക. അങ്ങനെ ചെയ്ത് ദിവസം മുഴുവൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് സമയം കളയുന്നത് നമുക്ക് കുറക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ ചെയ്യൂ. നിങ്ങളുടെ ഫോണിലെ സ്ക്രീൻ ടൈമർ നോക്കുക. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആപ്പ് ഏതാണ്? അത് കണ്ടാൽ നിങ്ങൾ തന്നെ നെറ്റിയേക്കാം. കാരണം നമ്മൾ 5 മിനിറ്റ് മാത്രം ഫോൺ നോക്കാമെന്ന് കരുതിയാണ് തുടങ്ങുന്നത്. പക്ഷെ ആ 5 മിനിറ്റ് എപ്പോഴാണ് അരമണിക്കൂർ ആവുന്നതെന്ന് നമ്മൾ അറിയുന്നതേ ഇല്ല, അല്ലേ? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സമയം എടുത്തുകൊണ്ടിരിക്കുന്ന ആപ്പിന് ഒരു ദിവസത്തെ പരിധി നിശ്ചയിക്കുക. ചെറിയൊരു മാറ്റമാണെന്ന് തോന്നാം, പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് തിരികെ കിട്ടുന്ന സമയം വളരെ വലുതാണ്. കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. അത് തിരികെ കൊണ്ടുവരാൻ നമുക്ക് ആർക്കും കഴിയില്ല. പക്ഷെ ഇനി വരാനിരിക്കുന്ന സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നതും നമ്മുടെ കയ്യിലാണ്. ഇന്ന് മുതൽ 3 കാര്യങ്ങൾ ഓർക്കുക. സമയത്തിന് പരിധി നൽകുക. ഒരു ദിവസം പൂർണ്ണമായും വെറുതെ ആക്കരുത്. നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിന് ഒരു വലിയ തീരുമാനമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് പാഴാകാതിരിക്കുന്ന 1 മണിക്കൂർ തന്നെ ആ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നാളെ മുതൽ തുടങ്ങാം എന്ന് പറയരുത്. ഇന്ന് തന്നെ തുടങ്ങൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. സമയം പാഴാക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ലളിതവും പ്രായോഗികവുമായ മോട്ടിവേഷൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, സമയം പോകുന്നില്ല, നമ്മുടെ ജീവിതമാണ് അതിനോടൊപ്പം മുന്നോട്ട് പോകുന്നത്. ഇനിയൊരു മോട്ടിവേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം.